ഒമാൻ തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ മരിച്ച സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. കപ്പലിൽ നിന്ന് രക്ഷിച്ച ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും എംബസി അറിയിച്ചു. മസ്കത്ത് തീരത്ത് നിന്ന് 52 നോട്ടിക്കൽ മൈൽ അകലെ MKD വ്യോം എന്ന കപ്പലിലാണ് ഡ്രോൺ ആക്രമണമുണ്ടായത്. 16 ഇന്ത്യക്കാരും 4 ബംഗ്ലാദേശ് സ്വദേശികളുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കസബ് തീരത്തെ സ്കൈലൈറ്റ് എന്ന എണ്ണക്കപ്പലിൽ നിന്ന് കാണാതായ 2 ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അലിക്കൂട്ടായി വിവരങ്ങളുമായി ചേരുകയാണ് ഈ വാർത്തയുടെ. അലി, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? മഹേഷ്, ഇന്ന് രാവിലെയാണ് ഒമാനിലെ മസ്കത്ത് തീരത്ത് നിന്ന് ഏകദേശം 52 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഒരു എണ്ണ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിലൊരു ഇന്ത്യക്കാരൻ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എംബസി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഇന്ത്യക്കാരൻ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ എംബസി അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എംബസി. അതുപോലെ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 16 ഇന്ത്യക്കാരെയും ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും എംബസി ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒമാൻ അധികൃതമായി ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ എംബസി തുടരുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ കസബ് തീരത്ത് നിന്ന് ഏകദേശം 5 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു സ്കൈലറ്റ് എന്ന പേരുള്ള എണ്ണ ടാങ്കറിനെതിരെ നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിൽ നിന്നും ഏകദേശം രണ്ട് ഇന്ത്യൻ സ്വദേശികളെ കാണാനുള്ള തിരച്ചിൽ ഇന്നലെയും ഇന്നുമായി തുടരുകയാണ്. ഏകദേശം ഇന്ന് ചൂട് കൂടിയ സാഹചര്യത്തിൽ ഇത് ദുഷ്കരമായിരുന്നു. തെരച്ചിലിന്റെ നാളെയും തുടരുമെന്ന് എംബസി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ സ്വദേശികളെയും ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും എംബസി ഊർജിതമായി തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇക്കാലത്തും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒമാൻ ഈ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള സമാധാനത്തിനുള്ള ആഹ്വാനം നടത്തിയിട്ടുണ്ട്. ഒമാൻ വിദേശകാര്യ മന്ത്രി സെയ്ദ് ബദർ അൽ ബുസൈദി ഇത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. സൗഹൃദ രാഷ്ട്രങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി അദ്ദേഹം ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് തിരിച്ചു വരണമെന്നും മേഖലയിലെ സംഘർഷം ലഘൂകരിക്കണമെന്നും അദ്ദേഹം തന്നെ സൗഹൃദ രാഷ്ട്രങ്ങളിലെ സഹമന്ത്രിമാരോട് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, പ്രവാസികൾക്ക് കുറച്ചുകൂടി സന്തോഷമുള്ള ഒരു കാര്യം, മസ്കറ്റിലേക്കും അതുപോലെ ഇന്ത്യയിൽ നിന്ന് മസ്കറ്റിലേക്കും ഇന്ത്യയിലേക്ക് തിരിച്ചുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കുമെന്നുള്ള വാർത്ത മസ്കറ്റിലെ പ്രവാസികൾ വലിയ സന്തോഷത്തോടെയാണ് അതിനെ വരവേൽക്കുന്നത്. എന്തെന്നായാലും ഒമാനിൽ സ്ഥിതി ശാന്തമാണ്. വലിയ രീതിയിലുള്ള ആക്രമണ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ദാരുണമായ സംഭവം ഇന്ന് നടന്നത് ഒരു ഇന്ത്യൻ സ്വദേശിയുടെ മരണത്തിൽ കലാശിച്ച ഒരു ഡ്രോൺ അറ്റാക്കാണ് ഇന്നുണ്ടായത് എന്നതൊഴിച്ചാൽ മറ്റുള്ള ആക്രമണ സംഭവങ്ങളൊന്നും ഒമാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്ഥിതിഗതികൾ ശാന്തമാണ്. മഹേഷ്.